മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ മന്ത്രിസഭ പുനഃസംഘടന സംബന്ധിച്ചുള്ള വിഷയം അടുത്ത 15 ദിവസത്തിനകം പരിഹരിക്കുമെന്ന് ഗോവ നിയമസഭാ സ്പീക്കർ രമേശ് തവാഡ്കർ വെള്ളിയാഴ്ച സൂചന നൽകി. സിന്ധുദുർഗ് ജില്ലാ കളക്ടർ അനിൽ പാട്ടിൽ തില്ലാരി അണക്കെട്ടിന് സമീപമുള്ള ക്വാറികളുടെയും ക്രഷിംഗ് യൂണിറ്റുകളുടെയും പ്രവർത്തനങ്ങളും ഗതാഗതവും താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. പാരിസ്ഥിതിക ലോല മേഖലയിൽ ഇത്തരത്തിലുള്ള ഏകദേശം 7ഓളം യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്നു. കംബോഡിയയിൽ കുടുങ്ങിയ യുവാവിനെ മാസങ്ങളോളം നീണ്ടുനിന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിന് ശേഷം സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി. തായ്ലാന്റിൽ ജോലി നൽകാമെന്ന് ഒരു ഏജന്റ് യുവാവിന് വാഗ്ദാനം ചെയ്തതനുസരിച്ച് യുവാവ് കംബോഡിയയിലെത്തിയത്. മലയാളികളടക്കം നിരവധി യുവാക്കൾ ഈ ചതിയിൽ അകപ്പെടുന്നുണ്ട്. ബിയറിന്റെയും വൈനിന്റെയും വാറ്റ് 22.5% നിന്ന് 12.5% കുറയ്ക്കണമെന്ന് ട്രാവൽ ആൻഡ് ടൂറിസം അസോസിയേഷൻ ഓഫ് ഗോവ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. തീരുമാനം ഈ മാസം വരാനിരിക്കുന്ന ബജറ്റിൽ ഉൾക്കൊള്ളിച്ചേക്കും. സംസ്ഥാന സർക്കാർ ഗോവ മോട്ടോർ വാഹന നിയമങ്ങൾ ഔദ്യോഗികമായി ഭേദഗതി ചെയ്തു. ഗോവ മൈൽസ്, ഓല, യൂബർ പോലുള്ള ആപ്പ് അധിഷ്ഠിത ടാക്സി സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെ നടപ്പിലാക്കാനും ആധുനികവൽക്കരിക്കാനും ഈ നീക്കം സഹായിക്കും. നിർദ്ദിഷ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ, എതിർപ്പുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ക്ഷണിച്ചിരുന്നു. എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ മറുപടികളൊന്നും ലഭിച്ചില്ല. കൂടാതെ ആപ്പ് അധിഷ്ഠിത ടാക്സികൾക്ക് മീറ്റർ നിർബന്ധമല്ല എന്നും ആപ്പ് തന്നെ മീറ്ററായി പ്രവർത്തിക്കുമെന്നും നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. 14 ദിവസത്തെ ഷിഗ്മോ ആഘോഷങ്ങൾ ഇന്ന് പോണ്ടയിൽ നിന്ന് ആരംഭിച്ച് മാർച്ച് 29 വരെ തുടരും. ഗോവയുടെ പൈതൃകം പ്രദർശിപ്പിക്കുന്ന ഫ്ലോട്ടുകൾ, പരമ്പരാഗത നൃത്തങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഘോഷയാത്രകൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിക്കും.